ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റവയും തേങ്ങയും കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ചായക്കടിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആ വെള്ളത്തിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റിയിട്ട് ഇതുപോലെ ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങയും ചെറിയൊരു കഷ്ണം ഉള്ളിയും പിന്നെ 1/2 ടീസ്പൂണ് ജീരകവും ചേർത്തിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ കുറേ സമയമൊന്നും വേണ്ട കേട്ടോ. 1-2 പ്രാവശ്യം പൾസ് മോഡിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. ക്രഷ് ചെയ്ത് വെച്ച തേങ്ങേൻ്റെ മിക്സ് നമുക്ക് റവയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവെല്ലാം കുഴക്കുന്നില്ലേ, അതേപോലെ നല്ലോണം കുഴച്ചെടുക്കണം. അരിപ്പൊടി കയ്യിലില്ലെങ്കിൽ മൈദ ചേർത്താലും മതി കേട്ടോ. ഇതുപോലെ നല്ലോണം കുഴച്ചിട്ട് നമുക്കിനി ഇത് പരത്തിയെടുക്കണം. മാവ് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ചപ്പാത്തിക്കുഴൽ വെച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം. പരത്തുന്ന സമയത്ത് അധികം നേരിയതായി പോകരുത് കേട്ടോ. കുറച്ച് കട്ടിയിൽ വേണം പരത്താൻ. ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നമുക്കിതുപോലെ നന്നായിട്ട് പരത്താൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്നുള്ള പേടി ഉണ്ടെങ്കിൽ കുറച്ച് മൈദയോ അരിപ്പൊടിയോ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. പരത്തി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന മാവെല്ലാം കുഴച്ചെടുത്തിട്ട് വീണ്ടും ഇതുപോലെ പരത്താനായിട്ട് പറ്റും. ഇനി കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ചൂടാക്കിയിട്ട് നമ്മൾ പരത്തി വെച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എണ്ണ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. ഒരു സൈഡ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു കളറിലാണ് കേട്ടോ പൊരിച്ചെടുക്കേണ്ടത്. ഒട്ടും എണ്ണയൊന്നും കുടിക്കൂല, അതുകൊണ്ട് നമുക്ക് 2-3 എല്ലാം ഒരുമിച്ചിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും. ഇത് നമ്മൾ തട്ടുകടയിൽ നിന്നെല്ലാം വാങ്ങുന്ന പൊരിച്ച പത്തിരീൻ്റെ എല്ലാം ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. അരിപ്പൊടി വെച്ചിട്ട് മാത്രമല്ല റവ വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ്. രാവിലെ തിരക്കുള്ള സമയത്തെല്ലാം നമുക്ക് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ചായയോടൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.